ഇന്ന് ഞാനൊരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. എൻ്റെ Zodiac Sign സീരീസിലെ മൂന്നാമത്തെ പെയിൻറ്റിംഗ് അത്. ജെമിനിയാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഞാൻ ഒരെണ്ണം ചെയ്തത് ടോറസ് ആയിരുന്നു, അതും വാട്ടർ കളർ തന്നെയാണ് ചെയ്തിരുന്നത്. രണ്ടാമത്തേത് അക്വേറിയസ് ആയിരുന്നു, അത് സ്ട്രെച്ച്ഡ് ക്യാൻവാസിൽ അക്രിലിക്സിലാണ് ചെയ്തത്. അതാണ് ചെയ്തത് ഞാൻ പൂന്താനം സാഹിത്യോത്സവത്തിലെ ക്യാമ്പിൽ പങ്കെടുത്തപ്പോഴായിരുന്നു. ആ വാക്കിപ്പോൾ എൻ്റെ കയ്യിലില്ല, അത് അക്കാഡമിയുടെ കയ്യിലാണുള്ളത്. ഇപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ആർച്ചീസിൻ്റെ കോൾഡ് പ്രസ് പേപ്പറിലാണ്. അത് നല്ലൊരു പ്രൊഫഷണൽ ഗ്രേഡ് പേപ്പറാണ്, ആർട്ടിസ്റ്റ് ക്വാളിറ്റിയാണ്, നല്ലൊരു പേപ്പറാണത്. ഇതുവരെ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേപ്പറാണ്. വാട്ടർ കളേഴ്സ് ഞാൻ പല ബ്രാൻഡിൻ്റെയും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ക്യാമലുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് എന്ന് പറയുന്നത് സെനലിയർ ആണ്. അതിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. പിന്നെ ഡാലർ റൗണി, വിൻസർ ആൻഡ് ന്യൂട്ടൺ, ഇതിൻ്റെയൊക്കെ കുറച്ച് ട്യൂബ്സ് ഞാൻ കളക്ട് ചെയ്തതുണ്ട്, അതുകൊണ്ട്. ഇപ്പം ഞാൻ ഒരു മുഖത്തിൻ്റെ ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്തു. വളരെ ലൈറ്റായിട്ടൊരു ലെയറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ണിൽ കുറച്ച് അധികം സമയം വർക്ക് ഉണ്ടാവും. ഈ ജെമിനി എന്ന് പറയുന്നത് Zodiac Sign സീരീസിൽ മെയ് 21 മുതൽ ജൂൺ 20 വരെയുള്ള കാലത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരെയാണ് ജെമിനി എന്നുള്ള ആ ഒരു സീരീസിൽ ഉൾപ്പെടുത്തി പറയാറുള്ളത്. ജെമിനിയുടെ അർത്ഥം ട്വിൻസ് എന്നാണ്, അതായത് ഇരട്ടകൾ. കാരണം ജെമിനിക്ക് വ്യക്തമായ രണ്ട് ഡിഫറെൻറ്റ് വ്യക്തിത്വങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ളവരാണ് ജെമിനീസ്. അതായത് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സ്വഭാവങ്ങളാണ് ജെമിനീസിന് പൊതുവേ കാണുന്നത്. അതിലൊന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഉള്ള, വളരെ പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വശം. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവരെ തളർത്തില്ല, താഴോട്ട് വലിക്കില്ല, ദേഷ്യപ്പെട്ടൊന്നും അധികം കാണില്ല. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സൈഡ്. ഏതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും റെഡി ആയിരിക്കും. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള കഴിവുള്ള ഒരു ക്യാരക്ടറായിരിക്കും. അതാണ് ഒരു ഫേസ്, ഒരു പോസിറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഇനി മറ്റേ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞു വന്ന ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, എന്നിട്ട് പിന്നെ ആ തീരുമാനങ്ങൾ തെറ്റായി പോകുമ്പം പെട്ടെന്നുള്ള ആവേശത്തിൻ്റെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒരു പ്രശ്നം അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ളൊരു സ്ട്രെസ്സ്, അതുപോലെ ഡിപ്രഷൻ, ആകെ മൂടിയായിട്ടിരിക്കുക, സങ്കടപ്പെട്ടിരിക്കുക, ആ ഒരു ഇത് ആണ് ജെമിനിയുടെ രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറും ഒരേ സമയം അവരിൽ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അവർക്ക് ജെമിനി എന്നുള്ള പേര് വരാൻ കാരണം. ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി, ഒരേ സമയത്ത് രണ്ട് പേഴ്സണാലിറ്റീസ് കാണിക്കുന്ന ഒരു സോഡിയാക് സൈനാണ് ജെമിനി. ഈ ഡ്യുവൽ പേഴ്സണാലിറ്റിക്കുള്ള ഏറ്റവും ഒരു ബെറ്റർ എക്സാമ്പിളായിട്ട് പറയുന്നത് ജെമിനീസിനെയാണ്. പിന്നെ ജെമിനിയുടെ ബേർത്ത് സ്റ്റോണ് പേൾ, സഫയർ ഒക്കെയാണ്.
ഞാനിപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോൾ തോന്നും എനിക്ക് ഇതിലൊക്കെ നല്ല വിശ്വാസമാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇത് ഇപ്പോൾ ഒരു പെയിൻറ്റിങ് ചെയ്യാനുള്ള ഒരു നല്ലൊരു സബ്ജക്റ്റ് എന്നതിലപ്പുറത്തേക്ക് ഞാനിതിനെ കാണുന്നില്ല. എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ 2 ജെമിനീസ് ഉണ്ട്. അവരുടെ ക്യാരക്ടർ എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വർക്കിൽ ജെമിനിയുടെ തീമിലെ ആ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കാനായിട്ട് ആ 2 ഭാവങ്ങളും ഇതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരെണ്ണം നല്ല ചിരിക്കുന്ന സന്തോഷമുള്ള മുഖമാണ്. അതിന് നല്ല കളർഫുള്ളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മറ്റത് കുറച്ച് ഡള്ളായിട്ട് മൂടി, കുറച്ച് ഡിപ്രസ്ഡ് ആൻഡ് സാഡായിട്ടുള്ളൊരു ഭാവമാണ്. അപ്പോൾ അതിന് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ കളേഴ്സിൽ നമ്മൾ വൈറ്റ് അങ്ങനെ ടച്ച് ചെയ്യില്ല, ബ്ലാക്ക് മാത്രമാണ് എടുത്തിട്ട് ചെയ്യുന്നത്. വൈറ്റ് പാർട്ട് വാട്ടർ കളറിൽ ടച്ച് ചെയ്യാതെ വിടുകയാണ് ചെയ്യുക. പേപ്പറിൻ്റെ കളർ തന്നെ കാണുകയാണ് ചെയ്യുക. ഇതുപോലെ ഗാലക്സി ചെയ്യുമ്പോൾ നമുക്ക് ഏത് ടെക്നിക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് കൺട്രോൾഡ് വാഷ് വേണമെങ്കിൽ എടുക്കാം, അതുപോലെ വെറ്റ് ചെയ്തിട്ട് അതിൽ കളറ് കൊടുക്കുന്ന വെറ്റ് ഓൺ വെറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇതിപ്പോൾ ജെമിനിയുടെ കോൺസ്റ്റലേഷനാണ് ചെയ്യുന്നത്. ജെമിനിയുടെ നക്ഷത്ര സമൂഹം എന്ന് പറയുന്ന ആ സംഭവം. ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ടൈറ്റാനിയം വൈറ്റാണ്. ടൈറ്റാനിയം വൈറ്റ് മാത്രമാണ് വാട്ടർ കളേഴ്സിൽ മറ്റൊരു കളറിൻ്റെ മേലെ നമുക്ക് വൈറ്റ് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ പെയിൻറ്റിങ് സൈൻ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ മേലെ മാത്രമാണ് ഗാലക്സി, ആ പെയിൻറ്റിങ്ങിൻ്റെ മേലെ മാത്രമാണ് ഗാലക്സി ചെയ്തിരുന്നത്. അപ്പോൾ താഴോട്ടും കൂടെ അത് കൊണ്ടുവന്നാൽ നല്ല ഫീല് കിട്ടുമെന്ന് തോന്നിയപ്പോൾ ഞാൻ താഴോട്ടും കൂടി കൊണ്ടുവന്നു. ഇത് ജെമിനിയുടെ സൈനാണ്. അപ്പോൾ അതും കൂടി ആ ഗാലക്സിയിൽ തന്നെ താഴെ ഭാഗത്തായിട്ട് ചെയ്തു. ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി.